ഒരു സ്കൂള് ഓപ്പണിങ്ങിന്റെ ഡേയില് ഒരു കുഞ്ഞെന്നോട് പറഞ്ഞു, എന്നെ സ്കൂളിൽ കൊണ്ടാക്കുവാൻ എനിക്ക് ആരുമില്ല. അവന്റെ ആ വാക്കുകള് അവനെ സ്കൂളിൽ കൊണ്ടെത്തിക്കുവാൻ ഒരു പ്രേരണയുണ്ടാക്കി. അങ്ങനെ ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുപോയി അവന്റെ ക്ലാസ്സിനകത്താക്കി മടങ്ങി വരുമ്പോൾ എൻ്റെ അകത്തൊരു വലിയ ചിന്ത ഇങ്ങനെ എന്നെ ഭരിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുപോയാക്കി, നാളെ എനിക്ക് അവനെ കൊണ്ടാക്കാൻ കഴിയത്തില്ല, നാളെ കഴിഞ്ഞോ അവൻ എനിക്ക് കൊണ്ടാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ഏതെങ്കിലും ഒരു നാളിൽ ഇനി അവനെ കൊണ്ടാക്കാൻ പറ്റുമോ എന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ഇഫ് യു ആർ ബിലീവിങ് ഗോഡ്, ഇഫ് യു ആർ ട്രസ്റ്റ് ഇൻ ഗോഡ്, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിൽ തന്നെ ആശ്രയം വെക്കുന്നുവെങ്കിൽ, കർത്താവ് നമ്മളോട് പറയുന്നു, യേശു നിങ്ങളോട് പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ കൂടെയുള്ളവർ പലരും നിങ്ങളുടെ വഴിയരികിൽ ചിലപ്പോൾ ഓരോ ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കൊക്കെ കാണത്തുള്ളായിരിക്കും. പക്ഷേ നിങ്ങളുടെ ലൈഫിൻ്റെ ആദ്യം മുതൽ അവസാന സെക്കൻഡ് വരെയും നിങ്ങളോട് കൂടെ ഇരുപ്പാൻ കഴിവുള്ള ഒരു യേശു ഉണ്ട്. ഞാൻ ഈ പകൽ നിങ്ങളെ നോക്കി ആമേൻ ആ ദൂത് ഒന്നുകൂടി പറയുന്നു, യേശു കൂടെയുണ്ട്. ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ സ്വീകരിക്കുക. ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നവർ, ആമേൻ, ആരുമില്ല എന്ന് പറയുന്നവർക്ക് ആശ്രയമായി എൻ്റെ കർത്താവ് ഇറങ്ങി വരണം. നീ ഞങ്ങളോട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾ ആ യേശുവിൽ വിശ്വസിക്കുന്നു. ഈ ജനത്തിന്റെ എല്ലാ ഒറ്റപ്പെടലിന്റെ അവസ്ഥകളും മാറിപ്പോവട്ടെ. ആമേൻ. എല്ലാ ഡിപ്രഷൻ സ്പിരിറ്റുകളും മാറിപ്പോവട്ടെ. കർത്താവ് ഇപ്പോൾ അവിടുന്ന് നിന്റെ മക്കളോട് കൂടെ ഇരുന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങ് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞാൻ ഒന്നുകൂടി പറയുന്നു, യേശു കൂടെയുണ്ട്. ആമേൻ.